ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു ട്രിപ്പ് തുടങ്ങിയേക്കുകയാണ്. വേറെ എവിടേക്കുമല്ല, കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നോമ്പ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നോമ്പാണല്ലോ, അപ്പോൾ നോമ്പ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണ്, പക്ഷേ നോമ്പിന് ഇവിടെ എൻ്റെ ഡിഫറൻ്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ കുറച്ച് കാലമായി പ്ലാൻ ചെയ്യണത്, ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്, പിന്നെ നമ്മൾ ഹൈദരാബാദ് പോകും, പിന്നെ മുംബൈ പോകും, പിന്നെ ഡൽഹി പോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ട്രിപ്പായിരുന്നു. പെട്ടെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊട്ടും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മളിതാ നമ്മളുടെ പുതിയ ട്രിപ്പ് തുടങ്ങാൻ നിൽക്കേണ്ട. ഏത് ട്രിപ്പ് പോലെ ഇപ്രാവശ്യം നമ്മൾ ലേറ്റ് ആയിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്നു, എന്താ പറയുക, ഇപ്പം മുംബൈ വിസിറ്റ് ചെയ്തപ്പോഴും ഡൽഹി പോയപ്പോഴും ഒക്കെ ഹൈദരാബാദ് പോയപ്പോൾ പോലും അവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത് റമദാനിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വേറൊരു വൈബാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റമദാന് എനിക്കിവിടെ എല്ലായിടത്തും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ പോകണം, ഹൈദരാബാദ് പോകണം, മുംബൈയിൽ പോകണം, ഡൽഹിയിൽ പോകണം, എല്ലായിടത്തും നമ്മൾ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കൊടുത്തൊരു തീരുമാനമാണ്, നേരെ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രിപ്പ് പോകണത്. നമ്മൾ ട്രെയിനിലാണ്, എല്ലായിടത്തേക്കും നമ്മൾ ട്രെയിൻ അല്ലേ, എല്ലായിടത്തും ട്രെയിൻ അല്ലേ. നമ്മുടെ കൂടെ ഒവൈസും ഉണ്ട്. ഒവൈസിനെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കാശ്മീർ വീഡിയോസ് കണ്ടവർക്കൊക്കെ ഒവൈസ് ഹീറോ ആയിരിക്കും, വെറുതെ. അപ്പോൾ നോമ്പാണ്, നോമ്പിന് ഇത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ഞാൻ ട്രെയിനിൽ അങ്ങനെ വല്ലാണ്ട് യാത്ര ചെയ്യണ ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മുംബൈയിൽ നിന്ന് ഡൽഹിക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസം ഫുള്ള് ട്രെയിനിൽ യാത്ര ചെയ്യണം. അള്ളാഹ്ക്ക് അറിയാം എന്താണ്. ഇന്ന് പോലും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് തുടങ്ങാൻ പോണത് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ ആകെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ച്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ യൂഷ്വലി അറിയാലോ, നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ നമ്മൾ 10 മണിക്കാണ് ട്രെയിന്. ഇപ്പം ഇറങ്ങണ സമയം നോക്കി നമ്മൾ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ. അപ്പോൾ 10 മണിക്കുള്ള ട്രെയിനിന് ഓടിച്ചിട്ട് പിടിച്ച് ട്രെയിനിൽ കയറിയിട്ടാണ് ഇനി നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കും ട്രെയിനാണ്. ബാംഗ്ലൂർ 2 ദിവസമല്ലേ വയസ്സേ? ഓവൈസ് 3 ദിവസം ഉണ്ടാ? ഓക്കെ, ബാംഗ്ലൂർ 3 ദിവസമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണത്. കുറച്ച് ഫുഡ് സ്ട്രീറ്റ്, കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അറിയില്ല വയസ്സ് ഡൽഹി വരെ എത്തോ? നമ്മള് എത്തിക്കും. ഡൽഹി വരെ എത്തണമെങ്കിൽ നല്ലത്, അറിയില്ല എവിടെ വരെ എത്തും ഇതിന്റെ ഉള്ളിൽ. വയസ്സാ നീ എന്നെ എവിടെയെങ്കിലും വിക്കോടാ? എനിക്കറിയില്ല, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. ഇവൻ എന്താ ഏതൊക്കെ ഭാഷയിലാണ് സംസാരിക്കണത് പറച്ചോനറിയാം. എന്നെ വിക്കോ നീ? പിന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി തരുന്നത് നമ്മുടെ സ്വന്തം ബസ്സി. ബസ്സി ഒരു ഹായ് തരോ? ബസ്സി ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ബാംഗ്ലൂർക്ക് വരോ? ഞാൻ പോണേ, എനിക്ക് വിഷമുണ്ടോ ബസ്സി? നല്ല വിഷമുണ്ടല്ലോ ഞങ്ങൾ വിട്ടു പിരിയണേന്. ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി അംജയുടെ കടയില് യൂണോ കളിക്കുന്ന ടീംസാണ്. ഇനിയിപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ നിങ്ങക്ക് നല്ല വിഷമുണ്ടാവില്ലേ? എങ്ങനെ നിങ്ങക്ക് കഴിയാൻ പറ്റാ ഇങ്ങനെയുള്ള നോമ്പ്? ഞാൻ ഇല്ലാത്തോണ്ട് നോമ്പ് എടുക്കാണ്ടിരിക്കാൻ പാടില്ല കേട്ടോ ബാസിയാൻ. അപ്പോ നാളത്തെ അത്താഴം വണ്ടി വെച്ചാണ്. അത്താഴം ഒന്നും കഴിക്കുന്നു വിചാരിക്കണില്ല. ട്രെയിനിൽ കയറി അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ട്രെയിനിൽ കയറി അപ്പൊ തന്നെ കഴിക്കുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ബാംഗ്ലൂർ എത്തുമ്പോൾ സുബി കഴിയും. പിന്നെ നമുക്ക് ബാംഗ്ലൂർ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, അറിയാലോ നോമ്പായതുകൊണ്ട്. പിന്നെ മരുവ് വാങ്ങി കൊടുക്കണ വരെ എണ്ണിരിക്കണം സമയം. എന്തായാലും നമുക്ക് ബാംഗ്ലൂർ പോവാം, ബാംഗ്ലൂരിലെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം, പിന്നെ ഹൈദരാബാദ് പോവാം, പിന്നെ മുംബൈ പോവാം, പിന്നെ ഡൽഹിയിൽ പോവാം. എല്ലായിടത്തും പോകണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ആഗ്രഹം പോലെ നടന്നാൽ മതി. ഞങ്ങൾ പെട്ടി സൂക്ഷിക്കാനായി ചങ്ങല മേടിച്ചേക്കാണ്. അതാണ് ഹൈലൈറ്റ്. 2 പെട്ടിയാരും എടുത്തോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഇനി അഥവാ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ തന്നെ ആരെടുത്തോണ്ട് പോകാണ്ടിരിക്കാൻ, ചാവി കാണാണ്ടിരിക്കാൻ വേണ്ടി പുറത്ത് കളയരുതിട്ടാ കള്ള. അങ്ങനെ നമ്മളുടെ ട്രെയിൻ എത്തിയേക്കാണ്. പൈസേ എൻ്റെ കൈ പ്രശ്നമാണ്, ഒറ്റയടിക്ക് എനിക്ക് പൊക്കാൻ പറ്റും തോന്നണില്ല. എന്നാലും നോക്കി നോക്കാം. അങ്ങനെ നമ്മളുടെ ട്രെയിൻ എത്തിയേക്കാണ്. ഓക്കെ, ഒവൈസ് റെയിൽവേ സ്റ്റേഷനിൽ പഠിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത് ഫുൾ 3 AC അല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ പേരെന്താ? ഗരീബ് രഥ. ഈ സെയിം ട്രെയിനിലാണ് നമ്മൾ ഹൈദരാബാദിലേക്കും പോകാൻ പോണത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ പോകുന്ന ട്രിപ്പ് വലിയ താല്പര്യമില്ലാത്തതാണ്. പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്തത്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സൗണ്ട് ഇല്ലാത്ത സ്റ്റേഷൻ. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് പോകണമാണോ നല്ലത് എന്ന് വെച്ച്. അറിയില്ല,
ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അല്ല സാർ? യെസ്. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഫുഡാണ് മെയിൻ. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് മതിയാവും തോന്നുന്നുണ്ടാ. 10-12 പത്തിരി ഒറ്റ ട്രിപ്പിൽ മാത്രം. അങ്ങനെ 2-3 ട്രിപ്പ് കഴിച്ചിട്ട് ഞങ്ങൾ നോമ്പെടുക്കാറുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ്. ചപ്പാത്തി വീട്ടിൽ എത്ര ചപ്പാത്തി? ഒരാൾക്ക് 4 ആ വായോ. നമ്മളെങ്ങടാണ് പോണത്? അങ്ങടാണോ അങ്ങടാ പോയ പോവാ. ഓഫീസ് ട്രെയിനിലെ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചെന്നേ, വൃത്തിയുണ്ടോ നോക്കട്ടെ. ഇത് ഇന്ത്യൻ സ്റ്റൈല്, ഇത് വെസ്റ്റേൺ സ്റ്റൈല്. നമ്മളുടെ ഓഫീസ് പറഞ്ഞ അടിപൊളി ട്രെയിനിലെ ടോയ്ലറ്റിന്റെ അവസ്ഥയിൽ കുഴപ്പമില്ലേ? വൃത്തിയുണ്ടല്ലോ. ഇന്ത്യൻ സ്റ്റൈല് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ഒന്നല്ലേ ട്രെയിനെ പറ്റി പ്രതീക്ഷിച്ചത്. ഫുൾ 3 AC. ഓക്കെ. 2 AC ഉണ്ടോ? ഇല്ല. 1 AC ഉണ്ടോ? 1 AC ഉണ്ടോ? 1 AC ഇല്ല. നമുക്ക് എത്ര രൂപ പോകാൻ പറ്റിയേ? ഇത് നമുക്ക് 770. സാധാരണ 3 AC ഒക്കെ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർക്ക് അപ്രോക്സിമേറ്റ് 1000 വരും. ഓക്കെ. ഈ ട്രെയിനിലൊക്കെ ഇത് എല്ലാ ദിവസവും ഇല്ല, ആകെ 3 ദിവസം മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ ട്രെയിനുണ്ട്. അള്ളാഹ്ക്കറിയാം ട്രെയിൻ എത്തുന്നത്. എന്തായാലും നമ്മൾ ബാംഗ്ലൂർക്ക് പോകാൻ പോണതും ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് നമ്മൾ പോകാൻ പോണതും ഈ സെയിം ട്രെയിനിലാണ്. ഒരുപാട് ലഗേജ് ഉണ്ട്. ഒവൈസിന് കുഞ്ഞു ലഗേജിൽ ഇനിയും സ്ഥലമുണ്ട് ഇതില്. എൻ്റെ ഇത് ഫുൾ പാക്ഡ് ആണ്. 12 ദിവസം 14 ജോഡി ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒവൈസിന് കുറച്ച് ദിവസം മതി. ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിൽ പെടുന്ന ആളാണ് ഒവൈസ്. ആകെ 2-3 ജോഡി ഉണ്ടാവുള്ളൂ. കുളിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇത് മതി. പക്ഷെ ഞാൻ കറക്റ്റ് എല്ലാ ദിവസവും ഓരോ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചു. നമ്മളെവിടെ സീറ്റ് എടുത്തിരുന്നേ? ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോ ഇവിടെയാണ് സീറ്റ് എടുത്തത്. പിന്നെ ഇങ്ങനെയാണ് മാൻഡ്രാക്ക് ഇവിടെ സീറ്റ്. IRCTC സെലക്ഷനിലല്ല സീറ്റ്. നമ്മ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെലക്ഷൻ പ്രിഫറൻസ് മാത്രം കൊടുക്കണുള്ളൂ. അവരിഷ്ടമാണോ സീറ്റ് തരുന്നത്? എന്ത് കഷ്ടറബേ. അതാണ് ഇപ്പൊ പ്രിഫറൻസ് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന് ഒരു പുല്ല് വരെ കൊടുത്തേ. എല്ലാവരും കിടന്നു തുടങ്ങിട്ടാ. ട്രെയിനിൽ എല്ലാവരും കിടന്നു തുടങ്ങി. ഞങ്ങതാ ഫുഡ് കഴിക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, നമ്മുടെ അത്താഴാട്ടാൻ പൈസ. സാധാരണ അത്താഴം എങ്ങനെയാണ് കഴിക്കാറ് നമ്മള്? അത്താഴം ചപ്പാത്തി ബീഫ് റോൾ. ഇതാണ് നിന്റെ സ്ഥലം. നല്ല യാത്രയായിരുന്നു. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരുന്നു. നല്ല വൃത്തിയുള്ള ട്രെയിനാണ് അല്ലേ? എന്താ രാവിലെ പോയില്ലല്ലോ? രാത്രി പോയിട്ടുണ്ടോ? അല്ല, രാവിലെ പോയില്ലല്ലോ. രാത്രി പോയില്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു? രാത്രി ഇപ്പൊ നല്ലത് പറഞ്ഞ നല്ലത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കടാ. കേട്ടില്ലേ? അപ്പൊ രാത്രി പോയപ്പോ എങ്ങനെയായിരുന്നു നിനക്ക്? എന്തില്ലേ, നല്ല ടോയ്ലറ്റ് ആയിട്ട് പോലും നല്ലതെന്ന് പറയാൻ ആക്സെപ്റ്റ് ചെയ്യണില്ല ഓരോ ആൾക്കാർ. നടക്ക്. ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ കസിൻ്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. വേറെ ഒന്നുമല്ല, നല്ല ടയേർഡായിരുന്നു. ഒരുപാട് ദിവസം ബാക്ക് ടു ബാക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പകൽ സമയത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കാരണം ഒരുപാട് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ മണടിച്ച് വെറുതെ നോമ്പ് മുറിയണ്ടെന്ന് വിചാരിച്ച് കുറച്ചധികം നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയത് അത്താഴം കഴിക്കാനുള്ള സമയത്താണ്. ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ ശിവാജി നഗർ സ്ട്രീറ്റ് തന്നെയല്ലേ പറയാ? യെസ്, ശിവാജി നഗർ. യെസ്, ശിവാജി നഗറിൽ വന്നേക്കാണ്. ഫുൾ ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഒവൈസ് പറഞ്ഞ് അറേബ്യൻ ടീ കഫേയിലെ ചായ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോർമംഗലയിലെ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഒട്ടും വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഓരോ ഫുഡ് സ്ട്രീറ്റും ഓരോ രീതിയിലാണല്ലോ. അങ്ങനെ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വരുന്നത് അറേബ്യൻ ടീ കഫേ ആണ് കേട്ടോ. ഓക്കെ, അറേബ്യൻ ടീ കഫേയുടെ അപ്പുറത്ത് ഇവിടെ വേറെ ഒരുപാട് ഇവിടുത്തെ ചേട്ടന്മാരിപ്പോൾ നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ലൈവായിട്ട് ഇതാ ഒരുപാട് ഗ്രിൽസ് എന്തൊക്കെയുള്ളത് അങ്ങനെ ചോദിക്കാം. എന്താ फुट हमारे पास ग्रीन चॉप है, रेड चॉप है, कलमी कबाब, मटन, नो बीफ, फुल बीफ. हाँ फुल बीफ. ആഹാ, ഇവിടെ ബീഫിന്റെ ചാപ്സ്. ബീഫ് ചാപ്സ്? बीफ चॉप. വിച്ച് ഈസ് ബീഫ് ചാപ്സ്? ദിസ് ഈസ് ബീഫ് ചാപ്സ്. ആഹാ, लाइन चॉप. ഓക്കെ, അടിപൊളി. गजरे की धार. ഓക്കെ, ഇതാണ് നമ്മളുടെ കട വരുന്നത്. ഷോപ്പ് കാ നാം मैजिक कबाब. മാജിക് കബാബ്. സോറി, കൽമി കബാബ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്. 2 years हो गया ये. Ah, sure. Have you taken? Yeah, of course. I'm taking. Thank you. Eva, what is this? Nalli. Okay.
നമുക്ക് ചായ ഓർഡർ ചെയ്തോ പൈസ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവരെ കടയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടാ. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. വയസ്സ് നീ ഇവിടെ വരാറില്ലാണോ? ഇവിടെ ഇവിടത്തൊക്കെ ടേബിൾ നോക്കിയേ, എന്ത് സീനടോ. ചായ പോയിട്ടുള്ളതാണത്. ഷേ, ഇതൊക്കെ എത്ര മണിക്കാണ് വന്നിട്ടുള്ളത് നോക്കിയേ, സമയം നോക്കിയേ. സമയം 2:30 കേട്ടോ. നമ്മൾ അത്താഴം കഴിക്കാനാണ് ശിവാജി നഗറിൽ വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഫുഡ് സ്പോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. 24 hours ഓപ്പൺ ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ആണിത് അല്ലേ? റമദാന് മാത്രമാണ് ഇത് 24 hours ആവുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ബാംഗ്ലൂർക്ക് വന്നത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റിനും പണി കിട്ടാൻ പാടില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർഡർ ചെയ്തൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൈസ ഒരുപാട് കാലം ഇവിടെ വന്ന് കുടിക്കാറുണ്ടെന്ന് പറഞ്ഞേ. നീ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ ഉണ്ടാക്കി തരില്ല ഈ കോഫി. വെള്ളം പോലത്തെ കോഫിയാണ് സാധാരണ ഇവിടെ കിട്ടാറുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കട്ടിയുണ്ട്, അങ്ങനെ പറയാം. ഒവൈസിൻ്റെ ഇതും കൂടി കുടിച്ചു. ഒവൈസിന് എൻ്റെ വക ഗിഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശിവാജി നഗർ ഫുഡ് സ്ട്രീറ്റ്. ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. പുലർച്ചെ 2 മണിക്കും, പുലർച്ചെ 2 മണിയല്ലേ, ഇപ്പൊ 3 മണിയെന്ന് തോന്നണേ അല്ലേ? 2:50 ഇതാ 3 മണിയായി ഓൾമോസ്റ്റ്. 3 മണിക്കും ഫുൾ ഓപ്പൺ ആണ്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. എന്തിനും ഒരുപാട് ഡ്രസ്സുകൾ, ഷൂസ്, ബെൽറ്റ്, ബാഗ്, ഇതെല്ലാം നമുക്ക് വളരെ റേറ്റ് കുറവിന് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഉറക്കൊന്നുമില്ലേ? പോടാ, ഈ സമയത്താണ് ബാംഗ്ലൂർ ഓണാവണേന്നാണ് ബാംഗ്ലൂരിന്റെ പിതാവ് മഹാനായ ഒവൈസ് പറയണത്. ഓടാ, ആളമോസ് ഈ സമയത്താണ് ബാംഗ്ലൂർ ഓണാവാ. അല്ലോ, നമ്മുടെ ആദ്യത്തെ സ്പോട്ട് വരുന്ന ഹോട്ടൽ പ്രിൻസ് ആണ് കേട്ടോ. നോക്കിയേ, 24 hours ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അത്യാവശ്യം ഒരുപാട് സ്റ്റാഫുകളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഫുൾ ബീഫാണോ? സാധാരണ ബീഫ് ഉണ്ടാവാറില്ലല്ലോ ബാംഗ്ലൂര്. ഇങ്ങനത്തെ ഏരിയയില് ബീഫ് ഉണ്ടാവും. നോമ്പിന്റെ സമയത്താണ് ബീഫ് ഉണ്ടാവുക അല്ലെ? ഇവിടെ ഒക്കെ പുലർച്ചെ 3 മണിക്കുള്ള ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ, പ്രിൻസ് ഹോട്ടലാണത്. ബീഫ് ബ്രെയിന്, ബീഫ് പെപ്പർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒക്കെ നിറച്ച് പെരുന്നാളിനൊക്കെയാണ്, പക്ഷെ പെരുന്നാളല്ല, റംസാനിലാണ് ഇത്രയും ലൈവായിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടാവാന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഫുൾ ആൾക്കാരാണ്. ഈ സമയത്തൊന്നും തിരക്കിനൊന്നും യാതൊരു പ്രശ്നമില്ല. What is this? This is pal masala, you know? Kal masala. Pal masala. Yeah, you know beef. Oh, beef. Yeah, beef masala. Beef masala, okay. Full. Is this 24 hours open? Yeah, 24 hours open. 24 hours open. Every day. Okay. Every month. Every month. Aha. Open, no. Okay. ഒരു മലയാളിയുടെ കൂടി കടയാണ്. നമ്മൾ വൃത്തി പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ സത്യമായിട്ടും നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല. കാരണം അത്രയും ഷോക്കാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എവിടെ നിന്നാലും ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബീഫ് ബ്രെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ചുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മട്ടൻ ചോപ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഒരു ഫുഡ് സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിക്കണ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കഴിക്കണ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഫുഡ് വന്നതും ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ ഒറ്റയടിക്കനെ തീർത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത്ര നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫുഡായിരുന്നു. മൂസേ, ആരുണ്ടായിരുന്നു ഫുഡ്? കഴിച്ചിട്ട് തീരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ നല്ല ഫുഡ്, അതുപോലെ തന്നെ നല്ല സർവീസ് ആയിരുന്നു. ഗുഡ് സർവീസ്. വാട്ട്സ് യുവർ നെയിം? മുഹമ്മദ് ഇർഫാൻ. യു ആർ ഫ്രം ബാംഗ്ലൂർ. ശിവാജി നഗറിൽ വന്നിട്ട് നല്ല ഫുഡ് സ്പോട്ടൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ പ്രിൻസിൽ വന്നോ. 24 hours ഓപ്പൺ ആണ്, നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. ധൈര്യമായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. നാളെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്കറിയാവുന്നത്. ഗൈസ്, നമ്മൾ രണ്ടാമത്തെ സ്പോട്ട് വരുന്നത് ഹോട്ടൽ ഹംസയാണ്. ഇവിടുത്തെ ബീഫ് റിബ്സ് ആണ് കഴിക്കേണ്ടതെന്ന് ഒരുപാട് പേര് പറഞ്ഞ്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ബീഫ് റിബ് തീർന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മറക്കാതെ ഇവിടുത്തെ ബീഫ് റിബ് കഴിക്കുക. ഇതാണ് കേട്ടോ ഹോട്ടൽ. നമ്മൾ നേരത്തെ പോയ ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ്. നമ്മുടെ ലാസ്റ്റത്തെ സ്പോട്ടാണ് കേട്ടോ ലസ്സി ജ്യൂസ്. അവിടുത്തെ സ്വീറ്റ് ലസ്സി കിഡിലൻ. ഒരെണ്ണത്തിന് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്.
നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അതുകൊണ്ട് തന്നെ എല്ലാ കടകളും ക്ലോസ് ചെയ്ത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വിചാരിച്ച കുറച്ച് കടകൾ നമുക്ക് കിട്ടിയെന്നല്ലാണ്ട് സ്ട്രീറ്റ് ഫുഡൊന്നും നമുക്ക് പിന്നെ വല്ലാണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ബാങ്ക് കൊടുക്കാനായതുകൊണ്ട്. ഇനി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് തുറന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ക്ലോസ് ചെയ്ത് തുടങ്ങി. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വല്ലാണ്ട് നമ്മളങ്ങനെ വാരി വരച്ച് എല്ലാ ഫുഡ് സ്ട്രീറ്റിൽ നിന്നും കഴിക്കാൻ നിന്നില്ല, ഫുഡ് സ്പോട്ടിൽ നിന്നും കഴിക്കാൻ നിന്നില്ല. പക്ഷെ നമുക്ക് ചോദിച്ചറിഞ്ഞ് നല്ല ഫുഡ് സ്പോട്ടിൽ മാത്രം കഴിച്ചോളൂ. അതൊക്കെ നല്ലതായിരുന്നു. നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് ലോക്കൽ ഷോപ്പുകളുണ്ട്. ലോക്കൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു നോക്കാം നിങ്ങളെ റിസ്കിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടൽസൊക്കെ നല്ല തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ അഭിപ്രായം പറയാം. എനിക്കാണെങ്കിൽ ഭയങ്കര ടയേർഡായി. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു അത്താഴം കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഫുഡ് സ്ട്രീറ്റിൽ തന്നെ പോണത്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ശിവാജി നഗറിലെ ഫുഡ് സ്ട്രീറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിങ്ങൾ അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.